ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിജയിൻ്റെ ജനനായകൻ. സോ ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് തന്നെ ഫസ്റ്റ് വരാം. ഇത് വിജയിൻ്റെ ഒരു ലാസ്റ്റ് ഡാൻസ് ആണ്, അവസാനം പടം. അതിനുള്ള എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. ആവശ്യത്തിന് കൂടുതൽ ഡാൻസ് ഉണ്ട്, സ്ക്രീൻ പ്രസൻസ് ഉള്ള ഫൈറ്റുകളുണ്ട്, എല്ലാം ആവശ്യത്തിന് ഫാൻസിന് എൻജോയ് ചെയ്യാൻ എല്ലാം ഉള്ള ഒരു സിനിമ. പിന്നെ ഈ സിനിമേൻ്റെ ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. അനിരുദ്ധ് കയറി കാച്ചിട്ടുണ്ട്. സൂപ്പർ മ്യൂസിക്കാണ് ഈ പടത്തിൽ. എല്ലാ മ്യൂസിക്കും നന്നായിട്ട് തിയേറ്ററിൽ നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്യുന്ന അളവിലുള്ള എല്ലാ മ്യൂസിക്കും ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, VFX ടീം ആവട്ടെ, ഇതിൻ്റെ ഷോട്ടുകളാവട്ടെ. ചില ഫ്രെയിമൊക്കെ അന്യായ ഫ്രെയിമാണ്. വിജയ് ഫാൻസിന് ആ ഫ്രെയിമൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം വരും. അമ്മാതിരി ഫ്രെയിമുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അതേപോലെ VFX ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ വിജയ് ഫാൻസും വിജയ് ലാസ്റ്റ് ഡാൻസ് എല്ലാം പറ്റി ഒരു സിനിമയായിട്ട് നോക്കുമ്പോൾ ഈ സിനിമയിലെ ആകപ്പാട് ഒരു പോരായ്മ പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇത് ഭഗവത് കേസരീൻ്റെ ഒരു റീമേക്ക് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ളും പിന്നെ സെക്കൻഡ് ഹാഫിലെ കുറച്ചും, അത് കഴിഞ്ഞിട്ടാണ് സിനിമയുടെ ട്രാക്ക് മാറിപ്പോകുന്നത്. അതുവരെയുള്ള സീനുകളിൽ നമുക്ക് ചില സീനുകളിൽ പൊളിറ്റിക്സിനെ കുത്തി നിറച്ച പോലെ നമുക്ക് തോന്നും. അതായത് ഭഗവത് കേസിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് എങ്ങനെ കുത്തി നിറച്ചാൽ ആ പൊളിറ്റിക്കൽ അജണ്ട ഇങ്ങനെ പുറത്ത് റിവീൽ ചെയ്യിപ്പിക്കും നമുക്ക് ഒരു ഇത് തോന്നും. അതൊക്കെ ഒഴിച്ചു മാറ്റിയാൽ ഇതൊരു ഗംഭീര പടമാണ്. വിജയ് ഫാൻസ് എന്തായാലും എല്ലാവരും ഇത് പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതൊരു അവസാനത്തെ വിജയ് പടമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ എല്ലാം തരം ക്രിറ്റിസിസവും ആവട്ടെ നല്ല ആവട്ടെ എല്ലാം ഇത് കമൻറ്റിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.